നമസ്കാരം. ഒരു സ്പ്രെഡ്ഷീറ്റിൽ അല്ലെങ്കിൽ വർക്ക് ബുക്കിൽ ഒരുപാട് പേഴ്സണൽ ഡാറ്റകൾ അല്ലെങ്കിൽ ഓഫീസ് ഡാറ്റകൾ നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലാണ് അത് ചെയ്തെങ്കിൽ ഒരു പാസ്വേഡ് പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ്. അത് എക്സൽ ഷീറ്റിൽ എങ്ങനെ സിമ്പിളായിട്ട് പാസ്വേഡ് പ്രൊട്ടക്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്കിനി നോക്കാം. ഈ വർക്ക് ബുക്കിൽ നമുക്ക് കുറച്ച് ഡാറ്റകൾ ഇവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആയി കൊടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ടാസ്ക് മെനുവിൽ ഫയൽ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് അത് ഓക്കെ കൊടുക്കുക. അതിൽ എൻക്രിപ്റ്റ് ദ കണ്ടൻറ് ഓഫ് ദ ഫയൽ പാസ്വേഡ് അത് നമുക്കൊരു പാസ്വേഡ് കൊടുക്കാം 1 2 3. ഓക്കെ, റീഎൻ്റർ ദ പാസ്വേഡ് ആ പാസ്വേഡ് ഒന്നും കൂടെ എൻ്റർ ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സേവ് ബട്ടൺ. അതിനുശേഷം ഈ വർക്ക് ബുക്ക് നമുക്ക് ക്ലോസ് ചെയ്യാം. രണ്ടാമതായിട്ട് ഓപ്പൺ ആയി കൊടുക്കാം. ഷീറ്റ് ഇപ്പോൾ വർക്ക് ബുക്ക് ഓപ്പൺ ആയി വരുന്നില്ല. അതിൽ പാസ്വേഡ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച പാസ്വേഡ് എൻ്റർ ചെയ്യുക 1 2 3. നമുക്കിത് ഇതേപോലെ എല്ലാ ഡാറ്റകളുള്ള എല്ലാ വർക്ക് ബുക്കും വേണമെങ്കിൽ ഇതേപോലെ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതേപോലെ പാസ്വേഡ് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. ഇത് നമ്മുടെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ റിമൂവ് ആകുന്നതിന് ആദ്യം തന്നെ ഫയലിൽ പോവുക. അതിൽ പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക്, അതിൽ എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് അതിൽ ചെയ്ത് വെച്ച നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച 1 2 3 എന്ന് പറഞ്ഞ പാസ്വേഡ് ഒഴിവാക്കി ഓക്കെ കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് രണ്ടാമത് ഓപ്പൺ ആക്കുന്നതിനും ഇതേപോലെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തതായി ഷീറ്റ് പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഷീറ്റിൽ ചെയ്തു വെച്ച ഡാറ്റ മറ്റുള്ളവർക്ക് യാതൊരു എഡിറ്റിങ്ങിനും കഴിയാതെ റീഡ് ഓൺലി മോഡിൽ ഇടുന്നതാണ് ഈ ഫംഗ്ഷൻ. ഇതിൽ ടാസ്ക് ബാറിൽ ഫയലിൽ പോവുക. അതിൽ പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക്, അതിൽ പ്രൊട്ടക്റ്റ് കറൻറ്റ് ഷീറ്റ്. ഇതിൽ താഴെ കാണുന്ന എല്ലാത്തിലും നമ്മളിപ്പോൾ ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാം 1 2 3. പ്രസ് ഓക്കെ. നമുക്ക് നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കാം 1 2 3. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം വർക്ക്ഷീറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. രണ്ടാമതൊന്ന് റീസ്റ്റാർട്ട് ആക്കാം. ഇനി ഈ ഷീറ്റിൽ യാതൊന്ന് എൻ്റർ ചെയ്താൽ നമുക്ക് ഇതേപോലത്തെ മെസ്സേജ് വരുള്ളൂ. ഇപ്പോൾ പ്രൊട്ടക്റ്റ് ആണ് ഷീറ്റ് എന്നുള്ള ഈ പറയുന്ന മെസ്സേജ് മാത്രമേ വരുള്ളൂ. നമുക്ക് 2-3 സെല്ല് ഡിലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോഴും ഇതേപോലുള്ള മെസ്സേജേ വരുള്ളൂ. ഇനി ഇത് അൺപ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ റിവ്യൂവിൽ അൺപ്രൊട്ടക്റ്റ് ഷീറ്റ് അതിൽ നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്യുക 1 2 3. പ്രസ് ഓക്കെ. ഇത് നമുക്ക് ഇനി എഡിറ്റിംഗ് ഇനേബിൾ ആയോ നോക്കാം. 2-3 സെല്ല് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എഡിറ്റിംഗ് ഇനേബിൾ ആയിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മുടെ വർക്ക്ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്.